നമസ്തരവേ ഗുരവേ നമ. ഓം നമോ നമഃ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, നമ്മൾ വിശാഖഷഷ്ഠിയുടെ 33 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയത്. അതിലിനിയും 34-ാമത്തെ ശ്ലോകം നമ്മളിന്ന് ആരംഭിക്കുകയാണ്. പഠിക്കുന്നവരും ഒക്കെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ വല്ലപ്പോഴുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്തെ പരിചയമില്ലാത്ത പദങ്ങളും വാക്കുകളും ഒക്കെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വേണം നമ്മൾ പുതിയ പുതിയ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ. പിന്നകത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിലെ വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നാൽ ആ വാക്കുകളിലൂടെ നമുക്ക് ആ കൃതിയിലേക്ക് കടന്നു പോകാൻ പറ്റും. നമ്മൾ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരു വാക്ക് കിടന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ആ ശ്ലോകം മൊത്തമായിട്ട് തന്നെ അതിൻ്റെ ആശയം നമ്മളിൽ നിന്ന് മറഞ്ഞു പോകും. അതാണ് അനുഭവം. അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ ഓരോ ശ്ലോകത്തിലും ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിൽ നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് അറിയാത്തതായ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വയ്ക്കുകയും, ഇല്ലെങ്കിൽ പിന്നീട് ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ വല്ല ശബ്ദധാരാവലി പോലെയുള്ള നിഘണ്ടുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാന കൃതികളിലോ ഒക്കെ നോക്കി ആ വാക്കുകൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായിട്ടും അത് പഠിച്ചു വയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കൃതിയുടെ ആശയം നഷ്ടപ്പെടാതെ പോവുകയുള്ളൂ. അപ്പം 34-ാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലുന്നു. സർവാമയങ്ങളുടെ ദുർവാര നിഷ്ക്രമണ പൂർവാപരക്ഷയകരൻ പൂർവാംബുജാസ്യനരി ഗർവാപഹൻ നിഖില ഗീർവാണി വന്ദിതപദൻ സർവാംശജൻപഴനി സർവാധികാരിയുടെ ഗുർവാഭകാഞ്ജിതി വിശത് സർവാധിയായ മമ സർവാഭിലാഷവും അഖർവായുധം ധരികമേ. ഇതിനകത്ത് ഈ വിശാഖഷഷ്ഠിക്കകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതവും മലയാളവും സംസ്കൃത കാവ്യരചനാ സമ്പ്രദായം തന്നെ പലപ്പോഴും ഇതിനകത്ത് ഓരോ ശ്ലോകങ്ങളിൽ ഇടകലർന്നു വരാറുണ്ട്. സംസ്കൃതവും മലയാളവും ഇടകലർന്നു വരുന്ന ഒരു സ്വഭാവം നമ്മുടെ ഈ വിശാഖഷഷ്ഠിക്കല്ല പല കൃതികളിലും ഉണ്ട്. അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ചുകൊള്ളുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ആ പുസ്തകരചനയുടെ കാര്യത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ പിടിപ്പുകേട് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഓടിച്ചെന്ന് കയറി പിന്നെ അർത്ഥം പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു കൃതിയല്ല വിശാഖഷഷ്ഠി. വളരെയേറെ ചിന്തയും മനനവും ധ്യാനവും ഒക്കെ നമുക്ക് ഈ കൃതിയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പോരാഴികളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും എന്നെ അത് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യണം. കുഴപ്പമില്ല, എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ ഒക്കെ വിട്ടുപോകുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കുകയും അത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യപ്പെടാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാക്കിയെടുത്തുകൊള്ളുക. അപ്പോൾ ഇതിനകത്തെ പരിചയമില്ലാത്ത വാക്കുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊന്ന് പറയാം. എല്ലാവരുടെയും കയ്യിൽ പേനായും ബുക്കും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം, സർവാമയങ്ങളുടെ, ആമയം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, ദുരിതമാണ് എന്ന് നമുക്ക് അറിയാം. ആമയം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ദുർവാരം എന്ന് പറഞ്ഞാൽ ദുർവഹം, അസഹ്യം എന്നൊക്കെയാണ്. ദുർവാരമാണത്, അസഹ്യമാണത്, അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആമയം എന്ന് വെച്ചാൽ ദുഃഖം, ദുർവാരം എന്ന് പറഞ്ഞാൽ നമുക്കത് താങ്ങാൻ കഴിയാത്തത്, ഇല്ലാതെയാക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് പൂർവാപരക്ഷയകരൻ. പൂർവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുൻപിനാലെ, ഭൂതകാലത്തിലെ ഉള്ളത്. അപരൻ എന്ന് വെച്ചാൽ അപരൻ, അന്യൻ, മറ്റുള്ളവൻ.
മറ്റുള്ളവർ. അപ്പം ഇവിടെ അത് പറയുമ്പോൾ പൂർവവും ഉത്തരവും എന്ന് നമ്മളൊരു അർത്ഥം ശ്രമിച്ചോണം. എന്ന് വെച്ചാൽ പഴയതും പുതിയതും. ക്ഷയകരൻ, ക്ഷയിപ്പിക്കുന്നത്, ഇല്ലാതെയാക്കുന്നത്, നശിപ്പിക്കുന്നത്, ഉന്മൂലനം ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പിന്നീട് അംബുജം എന്ന് പറയാൻ നമുക്കറിയാം താമരയാണ്. അംബുജാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമാണ്. താമര പോലെയുള്ള മുഖത്തോടു കൂടിയവൻ, അതാണ് അംബുജാസ്യൻ. അരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശത്രു എന്നാണ്. ഗർവം എന്ന് പറഞ്ഞാല് എന്താണ്? ഗർവം നമുക്കറിയാം. അഹന്ത, നമസ്തേ, അഹന്ത എന്നിങ്ങനെയാണ് എൻ്റെ അർത്ഥം. നിഖിലം എന്ന് പറഞ്ഞാൽ സമസ്തവും, എല്ലാം. ഗീർവാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവന്മാരെ സംബന്ധിക്കുന്ന വചനങ്ങൾ, വാക്കുകൾ. ഗീർവാണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. പിന്നെ ഗീർവാണം അടിക്കുക എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നൊരു അർത്ഥം കൂടെ അതിൻ്റെ ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ദേവന്മാരെ സംബന്ധിച്ചുള്ള വാക്കുകൾ, സ്തുതികൾ, കീർത്തനങ്ങൾ. വന്ദിതപദൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വന്ദിക്കപ്പെടേണ്ട, നമസ്കരിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട പാദങ്ങളോട് കൂടിയവൻ. വന്ദിതപദൻ, നമസ്കരിക്കപ്പെടേണ്ട പാദങ്ങളോട് കൂടിയവൻ എന്നാണ്. വന്ദിക്കപ്പെടേണ്ടവൻ, വന്ദിതപദൻ. ശർവൻ എന്ന് പറഞ്ഞാൽ ശർവാംശജൻ. ശർവൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ എന്നാണ് അർത്ഥം. ശർവൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ. ശർവാംശത്തിൽ ജനിച്ചവൻ, ശർവാംശജൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ശർവാംശജൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ അംശത്തിൽ വന്നു പിറന്നവൻ. ആരാണ്? സുബ്രഹ്മണ്യൻ തന്നെ. ശർവാംശജൻ. ശർവശരണ്യ വിഭോഭവ സങ്കടനാശന പാഹി ശിവ എന്നൊക്കെ നമ്മൾ പിന്നെ ശിവപ്രസാദ പഞ്ചകത്തിൽ പറയുന്ന ആ ശർവൻ ശിവനാണ്. ഗുരുവാഭ. ആഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശോഭയും പ്രകാശവും പ്രഭയും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആഭ, ജ്യോതിസ് എന്നൊക്കെയാണ്. ഗുരുവാഭ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ജ്യോതിസ്, വർദ്ധിച്ച സൗന്ദര്യം, വർദ്ധിച്ച പ്രകാശം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കാഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം എന്നാണ് എൻ്റെ അർത്ഥം. കാഞ്ചി. ദിവിഷത്ത് എന്ന് പറഞ്ഞാൽ ദൈവം. ദിവിഷത്ത് എന്ന് പറഞ്ഞാൽ ദേവന്മാരെ സംബന്ധിച്ച എന്നാണ് ദിവിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മമ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്റേത്. അഖർവായുധം എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ ഉണ്ട്. അഖർവായുധം എഴുതാൻ പറ്റുന്നുണ്ടോ? അഖർവായുധം എന്ന് പറഞ്ഞാൽ പറ്റുന്നുണ്ട്. ഓക്കെ. അഖർവായുധം എന്ന് പറഞ്ഞാല് ഒട്ടും കുറവ് കൂടാതെയും ദീർഘകാലം നിലനിൽക്കുന്നതും എന്നാണ് അഖർവായുധം എന്ന വാക്കിന്റെ അർത്ഥം. ലോപമൊന്നുമില്ലാതെ, കുറവൊന്നുമില്ലാതെ, നാശമൊന്നുമില്ലാതെ, ന്യൂനതകളൊന്നുമില്ലാതെ എന്നുള്ളതും. ആയതം എന്ന് പറഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്നതും എന്നാണ് ആ വാക്കിന്റെ രണ്ടിനെയും കൂടി ചേർത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒട്ടും ലോഭമില്ലാതെയും കുറവില്ലാതെയും എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ എന്നുള്ള അർത്ഥം നമ്മൾ അതിന് എടുക്കണം. ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടിയ ഉള്ള അർത്ഥം അതിന്റെ നമുക്കൊന്ന് നോക്കാം. ആരാണ് പളനി മാമലയിൽ പള്ളി കൊള്ളുന്ന സുബ്രഹ്മണ്യന്റെ, ഭഗവാൻ കാർത്തികേയന്റെ, വേലായുധന്റെ, ദണ്ഡായുധപാണി സ്വാമിയുടെ ഒരു സ്വരൂപം എന്താണ്, മഹിമ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവാമയങ്ങളുടെ, എല്ലാ ആമയങ്ങളുടെയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ
ദുർവാരമായിരിക്കുന്ന, നമുക്ക് ഇല്ലാതാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്, ദുർവാരമായിട്ടുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അളവറ്റ അപരിഹാര്യമായ, ആരാലും പരിഹരിക്കാൻ കഴിയാത്ത, ആർക്കും ഒരു ആശ്വാസം പകർന്നു തരാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രമാത്രം വലിപ്പമുള്ള ദുഃഖങ്ങളെ നിഷ്ക്രമണം ചെയ്യുന്നവനാണവൻ. അതിനെ ആക്കുന്നവനാണ്, നിഷ്ക്രമിപ്പിക്കുകയാണ്, നമ്മളിൽ നിന്നും പാടെ ഒഴിച്ചു കളയുന്നവനാണവൻ. പൂർവ അപരക്ഷയകരൻ. അതുപോലെ പൂർവത്തെയും അപരത്തെയും ഒക്കെ ക്ഷയിപ്പിക്കുന്നതിനും അവന് കഴിവുണ്ടോ? എന്താണ് പൂർവം? പൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചിതമായ കർമ്മഫലങ്ങൾ എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭൂതകാലത്തിലോ മുൻ ജന്മങ്ങളിലോ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായി നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്ന ഫലങ്ങൾ, കർമ്മഫലങ്ങൾ. ഇനിയും അപരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിയും ഭാവി കാലത്ത് നമുക്കുണ്ടാകാൻ പോകുന്ന ഇതിനെയെല്ലാം ക്ഷയിപ്പിക്കാൻ, നമ്മുടെ ഭൂതം ഭാവി കാലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളെ ഒക്കെ തന്നെയും പൂർവ്വകാലത്തുണ്ടായിരിക്കുന്ന ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ക്ഷയങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയും ഇല്ലാതെയാക്കുവാൻ പ്രാപ്തനായിട്ടുള്ള ഈ ദേവനാണ് ആര്? ശ്രീ പളനിമാമലയിൽ പള്ളി കൊള്ളുന്ന ദണ്ഡായുധപാണിയായിരിക്കുന്ന സർവാംശജനായിരിക്കുന്ന പരമശിവന്റെ അംശത്തിൽ വന്ന് ജനിച്ചവൻ, അമ്മ പാർവതിയുടെയും പരമശിവന്റെയും അംശമായി ഈ പുണ്യമായിരിക്കുന്ന കൈലാസത്തിൽ വന്ന് പിറന്നിരിക്കുന്ന ഈ ഭഗവാന്റെ മഹിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഭൂതം ഭാവി വർത്തമാന കാലങ്ങളിൽ നിന്നിലേക്ക് വന്നണയാൻ പോകുന്ന സർവ്വദുഃഖങ്ങളുടെയും ദുരിതങ്ങളെയും ഒക്കെ വേരോടെ ഇല്ലാതെയാക്കാൻ പ്രാപ്തനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഭഗവാനാണ് ഈ മലയിൽ ഈ പാവനമായിരിക്കുന്ന പളനിയാകുന്ന ഗിരിയുടെ മുകളിൽ വസിക്കുന്ന ഭഗവാൻ എന്ന് ആദ്യത്തെ ഒരു പദാവലികളിൽ അതാണ് പറയുന്നത്. ഇനിയും പൂർവാംബുജാസ്യൻ. ഇനി അവന്റെ തിരുമുഖത്തെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവന്റെ ആ മുഖകമലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മുഖകമലങ്ങളെ അലങ്കരിക്കുന്ന തിരുനാവുകളും ആ നാക്കുകളും ആ ചുണ്ടുകളും ആ നാസികയും ആ കർണപുടങ്ങളും ആ നയനങ്ങളും പുരികക്കൊടിയും വിശാലമായ നെറ്റിത്തടവും അവന്റെ കവളിണകളും ഒക്കെ നമ്മൾ ഒരുമിച്ച് നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അകലെ ആകാശത്തിൽ ആ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രഭ എത്രമാത്രം മനോഹരമായിരിക്കുമോ അതുപോലെ സർവാംശജൻ പടനി പൂർവാംബുജൻ, കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യനെ വന്ദിക്കുന്നതിന് വേണ്ടി പ്രഭാതത്തിൽ വിടർന്നു വരുന്ന ഒരു താമരയുടെ താമരയുടെ മനോഹാരിത എത്രമാത്രം ഉന്നതമായിരിക്കുമോ അതുപോലെയാണ് ഭഗവാന്റെ തിരുമുഖത്തിന്റെ ശോഭ, അതിൻ്റെ മനോഹാരിത. പൂർവാംബുജാസിൻ അരിഗർവാപഹൻ. അതുകൊണ്ട് തന്നെ അവന് ഈ ശത്രുക്കളുടെ എല്ലാ ഗർവിനെയും എല്ലാ പകയും എല്ലാ ഭീകരതയും എല്ലാ രൗദ്രഭാവത്തെയും അപഹരിക്കാൻ കഴിവുള്ളവനാണവൻ. നിഖില ഗീർവാണ പന്തിതൻ. സർവദേവന്മാരും ആരെ വന്ദിക്കുന്നു? ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും മറ്റ് ദേവതകളൊക്കെ തന്നെയും വന്ന് സ്തുതിക്കുന്ന ഏകദേവനാണ് ആര്? സുബ്രഹ്മണ്യൻ. ഇതേ ഭജനയാണ് നമുക്ക് വിനായകനെ വന്ദിക്കുമ്പോൾ തന്നെയും വിനായകന്റെ മുൻപിലേക്ക് ഈ ത്രിമൂർത്തികൾ 3 പേരും മാത്രമല്ല ദേവഗണത്തിൽപ്പെട്ട സർവ്വദേവന്മാരും അവിടെ വന്ന് നമദ്ദേവ വൃന്ദം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് നമിക്കുന്നത് നമുക്ക് വിനായകാഷ്ടകത്തിലും കാണാൻ പറ്റും. അപ്പൊ ദേവന്മാർ പരസ്പരം വന്ദിക്കുന്നവരാണ്, പരസ്പരം അംഗീകരിക്കുന്നവരാണ്, പരസ്പരം ആദരിക്കുന്നവരാണ്. നമ്മളിപ്പം സുബ്രഹ്മണ്യനെ കുറിച്ച് മാത്രം പഠിക്കുമ്പോഴല്ല, ഗണപതിയെക്കുറിച്ച് പഠിക്കുമ്പോഴോ ദേവിയെക്കുറിച്ച് പഠിക്കുമ്പോഴോ ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുമ്പോഴോ ഒക്കെ തന്നെയും ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ വചനാമൃതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ദേവഗണങ്ങളെല്ലാം വന്ന് പരസ്പരം ആദരിക്കുകയും സ്തുതിഗീതങ്ങൾ പാടുകയും അവരെയെല്ലാം മാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അവർക്കുണ്ട്. ഇവിടെ ദേവഗണങ്ങൾ ആ ഒരു പരസ്പരം ആദരിക്കുകയും പരസ്പരം ഭജിക്കുകയും പരസ്പരം സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യഗണത്തിൽപ്പെട്ട നമ്മളെ പോലുള്ളവരൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ആരെയെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ആരെയെങ്കിലും ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ആരെയെങ്കിലും ഒന്ന് ഭജിക്കാൻ കഴിയുന്നുണ്ടോ?
നമ്മുടെ മുമ്പിൽ അർഹതയുള്ള ആരൊക്കെ വന്ന് നിന്നാൽ പോലും അവരെ ഒന്ന് ആദരിക്കാനോ ബഹുമാനിക്കാനോ അവരുടെ സവിശേഷതകൾ ആരുടെയെങ്കിലും മുമ്പിൽ നമുക്കൊന്ന് പറയുന്നതിനോ നമുക്ക് ആർക്കെങ്കിലും കഴിയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയാറില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്ന ആരെയോ അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികമായ ഒരു അധമത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ മാനസിക അവസ്ഥയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പരസ്പരം അംഗീകരിക്കാൻ വയ്യ, പരസ്പരം ആദരിക്കാൻ വയ്യ, പരസ്പരം ബഹുമാനിക്കാൻ വയ്യ. നമുക്ക് നാം ഓരോരുത്തരും തന്നെ അനന്യമായ എന്തെങ്കിലുമൊക്കെ സവിശേഷതകളോട് കൂടിയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും തന്നെ. പക്ഷേ നമുക്ക് അതിനെ കണ്ടെത്താനോ അതിനെ അംഗീകരിക്കാനോ അതിനെ ആദരിക്കാനോ അതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആർക്കുമില്ല. പ്രത്യേകിച്ച് ഈ ശ്രീനാരായണ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികമായ ഒരു സംഘർഷം, മാനസികമായ ഒരു സങ്കുചിതാവസ്ഥ അവരെ വന്ന് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളിവിടെ സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നോക്കുക. സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് പരമശിവൻ ഭജിക്കുന്നുണ്ട്, മഹാവിഷ്ണു ഭജിക്കുന്നുണ്ട്, പിന്നീട് ബ്രഹ്മാവ് ഭജിക്കുന്നുണ്ട്, സമസ്ത ദേവഗണങ്ങളും സുബ്രഹ്മണ്യനെ ഭജിക്കുന്നുണ്ട്. ഭഗവതിയുടെ ഒരു കീർത്തനമാണ് ശ്രീമച്ചങ്കര പാണിപല്ലവകിരല്ലോലംബമാലോല്ലസൻ മാലാലോലകലാപകളം കബരി. അവിടെ എന്താണ് പറയുന്നത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയുടെ പാദങ്ങളെ തലോടിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ദേവിയെ സ്തുതിക്കുന്നതിനും തലോടുന്നതിനും അവർക്ക് യാതൊരു ഈഗോയും ഇല്ല കേട്ടോ, ദുരഭിമാനവും ഇല്ല കേട്ടോ. അവരെയൊക്കെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ദേവഗണങ്ങൾ പോലും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ മനുഷ്യഗണത്തിൽപ്പെട്ട നമുക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്താണ്? പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം വിശ്വസിക്കാൻ, പരസ്പരം സഹായിക്കാൻ, പരസ്പരം ഒരു താങ്ങായിരിക്കാൻ, പരസ്പരം ആദരിക്കാൻ, പരസ്പരം ഒന്ന് പ്രശംസിക്കാൻ നമുക്ക് ആർക്കും കഴിയാറില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥ ഇതാണ്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനും കഴിയാതെ പോകുന്നു. ഇതുകൊണ്ട് നാം ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മളിൽ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെയായി പോകുന്നു എന്നൊരു ചിന്തയാണ് നമുക്കുണ്ടാകുക. യഥാർത്ഥത്തിൽ ഞാൻ ഒരാൾക്ക് ആദരവ് കൊടുക്കുമ്പോൾ, നിങ്ങളൊരാൾക്ക് ആദരവ് കൊടുക്കുമ്പോൾ ആ ആദരവ് ലഭിക്കുന്ന ആളിനോടുമുള്ള ആദരവ് നിങ്ങളും നേടുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം നമുക്കറിയാതെ പോകുന്നു. ഒരു സങ്കുചിതമായ മാനസിക വ്യാപാരത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരസ്പരം ആദരിക്കാനും അംഗീകരിക്കാനും കഴിയാത്ത ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഏവർക്കും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പോകരുത്. അത് ഈ സ്തോത്രത്തിലൂടെയായാലും സ്തുതിയിലൂടെയായാലും ഭജനയിലൂടെയായാലും ഭക്തിയിലൂടെയായാലും കടന്നു പോകുമ്പോൾ ഇതൊക്കെ നാം തിരിച്ചറിയണം. അതാണ് പറഞ്ഞത്, ഗീർവാണ പന്തിതപദനാണ്. സർവ്വദേവന്മാരുടെയും അവരുടെ വാണികളിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ സ്തോത്രങ്ങളിൽ, അവരുടെ ഭജനകളിൽ ആരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സുബ്രഹ്മണ്യ ഭഗവാനെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പൂർവാംബുജാസ്യൻ അരിഗർവാപഹൻ, എല്ലാവരുടെയും ഗർവിനെ അഹന്തയെ അപഹരിക്കുന്നവൻ, ഇല്ലാതെയാക്കുവൻ. നിഖില ഗീർവാണ പന്തിതപദൻ, സർവ്വദേവന്മാരാലും വന്ദിക്കുന്ന വാക്കുകളാലും സ്തുതിഗീതങ്ങളാലും വന്ദിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവനാണ് സുബ്രഹ്മണ്യൻ. സർവാംശജൻ, ഓർക്കണം, വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്, ഇവൻ ഏത് അംശത്തിൽ വന്ന് പിറന്നവനാണ്, ആരുടെ അംശമാണ് ഇവനിൽ ജ്വലിച്ചു നിൽക്കുന്നത്, ഇവനിൽ പ്രോജ്വലിച്ചു നിൽക്കുന്നതായ ഊർജം ഏതാണ്, ശക്തി ഏതാണ്, ചൈതന്യം ഏതാണ്? അമ്മ പാർവതീദേവിയുടെയും കൈലാസവാസിയായിരിക്കുന്ന പരമശിവന്റെയും അംശത്തിൽ വന്ന് പിറന്നവൻ, അവരുടെ ശക്തിയുടെ ഐശ്വര്യത്തിന്റെ ദൈവാംശത്തിൽ വന്ന് പിറന്നവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് എന്താണ്, ഇവർക്കൊക്കെ എന്തെല്ലാം വൈഭവങ്ങളുണ്ടോ, എന്തെല്ലാം സവിശേഷതകളുണ്ടോ, എന്തെല്ലാം പ്രഭാവങ്ങളുണ്ടോ, അതെല്ലാം തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യനിലുമുണ്ട് എന്ന് നീ ഓർത്തുകൊള്ളുക. പഴനി സർവാധികാരി, യവനിത് സർവാധികാരിയാണ്. യവനാണ് സർവാധികാരി, സർവത്തിനും അധികാരിയായിരിക്കുന്നവനാണ്. ദിവിഷത് സർവാധികാരി. നോക്കുക, ദേവന്മാര് പോലും ദേവലോകത്തിലൊരു പ്രശ്നത്തിലെ പ്രതിസന്ധിയെ, ഘോരമായ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നപ്പോൾ അവരുടെ ദേവസൈന്യത്തിന്റെ സർവാധികാരിയായിട്ട് നിയമിച്ചതാരെയാണ്, നിയോഗിച്ചതാരെയാണ്, ക്ഷണിച്ചതാരെയാണ്?
ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനാണ്. ഭഗവാനോ ഒരു ദണ്ഡ് മാത്രം ആയുധമായിട്ടുള്ളവൻ. അവനതാ ദേവാസുര യുദ്ധത്തിലെ സർവ്വസൈന്യാധിപനായിട്ട് ദേവന്മാർ വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയത് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനെയാണെന്ന് ഓർത്തുകൊള്ളുക. സർവാധിയായി മമ, അങ്ങനെയുള്ള ദേവന്മാരാലും ദേവഗണങ്ങളാലും സ്തുതിക്കപ്പെടുന്നവനും ആദരിക്കപ്പെടുന്നവനും അംഗീകരിക്കപ്പെടുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ഉപദാസിക്കപ്പെടുന്നവനുമായിട്ടുള്ള പാദങ്ങളോടുകൂടി മുഖകമലത്തോടുകൂടി ഇരിക്കുന്ന ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യൻ മമ, എൻ്റെ സർവാഭിലാഷവും എല്ലാ ആഗ്രഹങ്ങളും അഗർവായുധം. അഗർവായുധം എന്ന് പറഞ്ഞാൽ ഒട്ടും ഒട്ടും കുറയാൻ പാടില്ല. എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തരാനുണ്ടോ, എനിക്കെന്തെല്ലാം സമൃദ്ധികളും സമ്പത്തും ഐശ്വര്യവും തരാനുണ്ടോ, അത് ഒട്ടുമേ കുറവ് കൂടാതെ തരിക മാത്രം പോരാ, അത് ദീർഘകാലം നിലനിൽക്കണം, ആയിരന്ത്യം നിലനിൽക്കണം, തലമുറകളോളം നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ആരുടെ അനുഗ്രഹമാണ് ലഭ്യമാകേണ്ടത്? ഭിക്ഷപ്രഭുവായിരിക്കുന്ന പളനീപുരത്തിൽ വാസിക്കുന്ന സർവാംശജനായിരിക്കുന്ന താമരയുടെ വിടർന്നു വരുന്ന താമരയുടെ സൗന്ദര്യമുള്ള സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ കുറവുകളെയും ഇല്ലാതെയാക്കാൻ കഴിയുകയുള്ളൂ. എല്ലാം നമുക്ക് ദീർഘകാലം നിലനിൽക്കാനുള്ള അനുഗ്രഹവും നമുക്ക് തരാൻ കഴിയുന്ന ഒരേ ഒരു മൂർത്തി സുബ്രഹ്മണ്യൻ എന്ന് അറിഞ്ഞുകൊള്ളുക. അതാണ് നമ്മുടെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് തരുന്ന ആശയം. സർവാമയങ്ങളുടെ ദുർവാര നിഷ്ക്രമണ പൂർവാപരക്ഷയകരൻ പൂർവാംബുജാസ്യനരിഗർവാപഹൻ നിഖില ഗിർവാണവന്ദിതപദൻ സർവാംശജൻപടനി സർവാധികാരിയുടെ ഗുർവാഭകാഞ്ചിതി വിശദ് സർവാധിതായി മമ സർവാഭിലാഷവും അഗർവായുധം തരികമേ. അങ്ങനെ 34-ാമത്തെ ശ്ലോകത്തിലെ അർത്ഥം അങ്ങനെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, പലപ്പോഴും ഞാൻ പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ കൂടുതൽ അർത്ഥങ്ങൾ ഇതിനകത്തുനിന്ന് കണ്ടെത്തിക്കൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും ഒരു അന്വേഷകനാണ്, ഒരു ഭിക്ഷുക്കളാണ്. അർത്ഥത്തെ അന്വേഷിച്ച് നടക്കുന്നവർ, ആശയങ്ങളെ അന്വേഷിച്ച് നടക്കുന്നവർ, അറിവിനെ അന്വേഷിച്ച് നടക്കുന്ന ഭിക്ഷാദേഹികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പുതിയ അർത്ഥങ്ങളും ആശയ തലങ്ങളും ഒക്കെ തന്നെ ഇതിനകത്തുനിന്ന് നിങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഹൃദയങ്ങൾക്കും കഴിയും. അപ്പം അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇനി 35-ാമത്തെ ശ്ലോകം. 35-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? എൻ കഷ്ടതയ്ക്കരിയ പൊൻകട്ട നൽപ്പണനിടങ്കപ്രധാരതുകു ദുകൂലാംഗസ്ഥലം ബഹുലതംഗസ്ഥലം ഹൃദയ പങ്കക്ഷതത്തിനരിവാൾ എങ്കൽ സ്ഫുരിക്കൽ അമല തങ്കക്കടി പടകളങ്കപ്രദം പശുപതിക്കങ്കത്തിൽ വയ്ക്കുമ കളങ്കപ്രധാനമണി ശങ്കദ്രുമത്തിനു ദവം. ഇവിടെ നമുക്കറിയാം, ഇവിടെ പദാവലികളെ ഇങ്ങനെ വളരെ എന്താണ്, ഒരു ജലധാരയിലൂടെ കുത്തിയൊഴുകുന്ന ഒരു ജലധാരയിലൂടെ വാക്കുകൾ എങ്ങനെയാണ്, ജലം എങ്ങനെയാണ് പ്രവഹിക്കുന്നത്, പാറകളിൽ വന്ന് പൊട്ടിത്തകർന്നുകൊണ്ട് അടുത്ത പാറകളിലേക്ക് ഈ ഘോരമായ ജലവർഷം സംഭവിക്കുമ്പോൾ അത് എപ്രകാരമാണ് ഇങ്ങനെ തെറിച്ചു പോവുക, തെന്നിത്തെറിച്ചു പോവുക. അത് പുതിയ പദങ്ങളെ തേടി, ആശയങ്ങളെ തേടി, അതിൻ്റെ താളങ്ങളെ തേടി, മേളങ്ങളെ തേടി വാക്കുകളും ആശയങ്ങളും പോകുന്നതെന്ന് ഭഗവാന്റെ ഓരോ കൃതികളും നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് വാക്കുകൾ, പദങ്ങൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുവാണോ, അല്ല നൃത്തം ചെയ്ത് ഇറങ്ങുവാണോ, അത് ഇങ്ങനെ വരികയാണ്. നമുക്ക് അതിശയം തോന്നിപ്പോവും, ഇത് എവിടെ നിന്നാണ് വരിക. നമ്മൾ എത്രയോ കവികളെ പരിചയപ്പെട്ടിരിക്കുന്നു. ഉള്ളൂരും ആശാനും വള്ളത്തോളും അടങ്ങുന്ന എത്രയോ കവികുലത്തിലെ കവിതകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്കൊന്നും അനുകരിക്കാൻ കഴിയാത്ത ഒരു കാവ്യ സംസ്കാരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു കവിതയുടെ സംസ്കാരം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ പറയുന്ന ഭഗവാന്റെ 64 കൃതികളിൽ കാണുന്നതായ വൃത്തങ്ങളും അലങ്കാരങ്ങളും ഉൾപ്രേക്ഷകളും ഉപമകളും ഉപയോഗിക്കുന്ന കവികൾ കേരളത്തിന്റെ സാഹിത്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണില്ല. അതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എൻ കഷ്ടതയ്ക്ക് അരിയ പൊൻകട്ട. അരിയ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ. അടുത്തത് ടങ്കപ്രതാരിജൻ.
തങ്കപ്രതാരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴുവിനെ ആയുധമാക്കി സ്വീകരിച്ചിരിക്കുന്നവനിൽ ജനിച്ചവൻ. മഴുവിനെ ആയുധമായി ധരിച്ചവന്റെ അവന്റെ പ്രതാരിജൻ, അവനിൽ ജനിച്ചവൻ. ശർവാംശജൻ എന്ന് പറയുന്നത് പോലെ മാനും മഴുവും വരദാഭയങ്ങളും ഒക്കെ വഹിക്കുന്നവന് എന്ന് കീർത്തനങ്ങൾ പറയുന്ന പോലെ ഇവിടെ പറയാൻ തങ്കപ്രതാരിജൻ. മഴുവിനെ ആയുധമായി ധരിച്ചിരിക്കുന്നവന്റെ മകനായിരിക്കുന്നു സുബ്രഹ്മണ്യൻ. നോക്കുക, സുബ്രഹ്മണ്യന് ഏതെല്ലാം പേരുകളാണെന്ന് ഭഗവാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ലക്ഷപ്രഭു എന്നും ഭിക്ഷപ്രഭു എന്നും പറയുന്ന പോലെ ഇവിടെ പറയാണ് തങ്കപ്രതാരിജൻ, മഴുവിനെ ആയുധമാക്കിയിരിക്കുന്നവരിൽ ജനിച്ചവൻ. ഒരു പുതിയ ഒരു കൽപ്പന നമുക്കിവിടെ തരും, ഒരു ബിംബം നമുക്കിവിടെ തരികയാണ്. കാരണം നമുക്ക് ആ ഭഗവാന്റെ സുബ്രഹ്മണ്യന് ഏതെല്ലാം മഹിമകളുണ്ട് എന്ന് നാം സൂക്ഷ്മമായി അന്വേഷിച്ചു പോകുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു ദിശയെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബഹുലതങ്കസ്ഥലം, പളനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഹുലം എന്നുവെച്ചാൽ ധാരാളമായി, തങ്കസ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അനുഗ്രഹത്തിന്റെ സ്വർണം, നിധികുംഭമാണ്, നിധിപേടകമാണ്, നിധിയിരിക്കുന്ന സ്ഥലമാണ് ഭഗവാൻ വസിക്കുന്നിടം. ബഹുലതങ്കസ്ഥലം, ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, സ്വർണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, നിധിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തിന് ഉടമയായിട്ടിരിക്കുന്നവനാണ്. ഹൃദയപങ്കക്ഷതത്തിന്, പങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. അല്ലെങ്കിൽ പങ്കം എന്ന് പറഞ്ഞാൽ ചെളി. പങ്കജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ്. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി എന്നാണ്. ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയിലാണ് പങ്കജം ഉണ്ടാകുന്നത്, ചെളിയിലാണ് താമരയുടെ വേരുകൾ ചെന്ന് ഉറച്ചിരിക്കുന്നത്. പങ്കക്ഷതം അപ്പൊ എന്താണ്? നമ്മളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരുവനെ സംബന്ധിച്ച് അവന്റെ ചെളി എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പാപ, ദുഃഖ, ദുരിത, കോപതാപാദികളാണ് നമ്മുടെയൊക്കെ, നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ചെളി അതാണ്. കോപങ്ങളും താപങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസൂയയും പകയും എന്നുവേണ്ട ഇപ്രകാരമുള്ള അതെല്ലാം തന്നെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ചെളിയാണ്, പങ്കമാണ്, മാലിന്യമാണ്, അഴുക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ വന്നണയുന്ന ഏറ്റവും വലിയ ചെളി എന്താണ്? ഇതാണ്. അഴുക്ക് ഏതാണ്? ഇതാണ്. മാലിന്യം ഏതാണ്? ഇതാണ്. ഇതിനരിവാളാണ്. ഇതിനെയൊക്കെ അറുത്ത് കളയും, വേരോടെ മുറിച്ചു കളയും. ഈ മലിനമായിരിക്കുന്നതിനെയെല്ലാം കോരി മാറ്റും, വാരി മാറ്റും, അടിച്ചു വൃത്തിയാക്കും. അമല തങ്കക്കടി, തങ്കക്കടി എന്താണ്? അമലം. അമലം എന്ന് പറഞ്ഞാൽ എന്താണ്? മലമല്ലാത്തത്, ശുദ്ധമായിട്ടുള്ളത് എന്നുള്ള അമലം എന്ന് പറഞ്ഞാൽ, അമലേ എന്ന് നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ ശുദ്ധേ, പരിശുദ്ധേ എന്നാണ് എൻ്റെ അർത്ഥം. കളങ്കമില്ലാത്തവളെ, പരിശുദ്ധിയുള്ളവളെ, അമലം. ഭഗവാന്റെ ആ കടിപ്രദേശം കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് എന്നാണ്. ഭഗവാന്റെ അരക്കെട്ടിനെ പോലും എന്താണ് ഇവിടെ പറയുക? അമലമാണ്, പരിശുദ്ധമാണ്, വിശുദ്ധമാണ്. എങ്കൽ സ്ഫുരിക്ക, അല്ലയോ ഭഗവാനെ, നിന്റെ ആ കടിസ്ഥലം എങ്കൽ സ്ഫുരിക്ക, എന്നിൽ സ്ഫുരിക്കണം, എന്നിൽ വന്ന് തിളങ്ങി നിൽക്കണം, തെളിഞ്ഞു നിൽക്കണം. പടകളങ്കപ്രദം, പടയെന്ന് പറഞ്ഞാൽ യുദ്ധം, പടകളങ്കപ്രദം. ഇതെവിടെയാണ്? ഇതെല്ലാം നിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ നീ ഇതിനെയും നയിച്ചുകൊള്ളും. നീ ഇതിനോട് പട നയിച്ചുകൊള്ളും, പോരാടിക്കൊള്ളും, യുദ്ധം നയിച്ചുകൊള്ളും. അവരെ നിന്റെ കയ്യിലിരിക്കുന്ന ഈ അരിവാള് കൊണ്ട് നീ അതിനെയെല്ലാം ശേഷമായി അറുത്തുമാറ്റും, ഇല്ലാതെയാക്കും, അംഗത്തിൽ വയ്ക്കും. എന്നിട്ട് പശുപതിക്ക്, എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയാണ്, പശുപതിയായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ അംഗത്തിൽ വയ്ക്കും, മടിയിലെടുത്ത് വെച്ച് താലോലിക്കുന്നത് തന്നോമനപ്രത്തനാണ് ആര്? സുബ്രഹ്മണ്യൻ. 2 പുത്രന്മാർ, ഗണപതിയും സുബ്രഹ്മണ്യനും. ഇവർ രണ്ടുപേരും 2 കൈകളിലുമായി തൻ്റെ മടിയിലെടുത്ത് വെച്ച് താലോലിക്കുന്നതാണ്. അനുഭവിക്കുന്നവരാണ് ഈ 2 ശിശുക്കൾ, 2 പുത്രന്മാർ. അതിൽ പ്രധാനിയാണ് ആര്? സുബ്രഹ്മണ്യൻ. പശുപതിക്ക് അംഗത്തിൽ വയ്ക്കും, അംഗത്തിൽ മടിത്തട്ടിൽ വെച്ച് ഓമനിക്കാനുള്ള അകളങ്ക പ്രധാനമണിയാണ്. കളങ്കമേതുമില്ലാത്ത രത്നമാണിവൻ, വിശുദ്ധിയേറുന്ന തങ്കമാണിവൻ.
ഭഗവാന്റെ മടിയിലിരുന്ന് വിരാജിക്കുന്ന ശുദ്ധമായ വിശുദ്ധമായ കളങ്കഭേദമില്ലാത്ത അമലമായിരിക്കുന്ന വിശുദ്ധമായിരിക്കുന്ന ഒരു രത്നമാണ് ആര്? സുബ്രഹ്മണ്യൻ. ശംഖദ്രുമത്തിന് ദ്രവം. ദ്രുമം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം. നോക്കുക, ശങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം. നമ്മളിൽ അനുനിമിഷം അനുദിനം നമ്മളോടൊപ്പം വളർന്നു വരുന്ന ഒരു വലിയ സ്വഭാവ വിശേഷമാണ് എന്ത്? ശങ്ക, സംശയം. നമുക്ക് എല്ലാത്തിനെയും സംശയമാണ്. ആ സംശയത്തിന്റെ വൃക്ഷം നാം വിട്ട് നിൽക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ശാഖോപശാഖകളായി ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ് ശങ്ക. സംശയം. സംശയാത്മാവിനശ്യതി എന്നൊക്കെ പറയും. സംശയിക്കുന്ന ഗീത എങ്ങനെയാണ് പറയുന്നത്? ഭഗവത്ഗീത പറയും സംശയാത്മാവിന്. ഏതൊരുവനാണോ സംശയിക്കുന്നത് അവനാണ് നശിക്കുന്നത്. അവന്റെ സംശയത്തിന് ഹേതുവായി നിൽക്കുന്ന അപരനല്ല നശിക്കുക. ആർക്കാണോ സംശയമുള്ളത്, ഇതൊരു രോഗമാണ്, ഈ വൃക്ഷം ഇത് മലിനമാണ്, ഇത് മാലിന്യമാണ്, ഇത് നമ്മിൽ വളർന്നു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുന്ന ആരെയാണ്? നമ്മെ തന്നെയാണ്. സംശയം ഉള്ളവനെ ആ സംശയം എന്ന് പറയുന്ന രോഗമില്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദവമായിട്ട്, ദവം എന്ന് പറഞ്ഞാൽ കാട്ടുതീ. നോക്കുക, ഒരു സാധാരണ തീയല്ല, ഒരു അഗ്നിയല്ല ഇത്. ഒരു കാട് മൊത്തം എരിഞ്ഞുയരുന്ന തീയാണെന്നുണ്ടെങ്കിൽ ആ തീയിലേക്ക് വളർന്നു നിൽക്കുന്ന ഏതൊരു വൃക്ഷവും വേറിട്ട് നിലം പതിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ ഹൃദയാകാശത്തിൽ വളർന്നു നിൽക്കുന്ന സംശയമാകുന്ന വൃക്ഷത്തെ ചുട്ടരിച്ച് കളയാനുള്ള കാട്ടുതീയായിട്ട് നിനക്ക് കാണാൻ കഴിയുന്നത് ആരെ മാത്രമാണ്? ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനെ മാത്രമാണ്. നിന്റെ നാശത്തെ ഇല്ലാതെയാക്കാൻ, നിന്റെ നഷ്ടത്തെ ഇല്ലാതെയാക്കാൻ, നിന്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ, നിന്റെ ദുരിതങ്ങളെ ഇല്ലാതെയാക്കാൻ, നിന്നിലെ പകയും വിദ്വേഷവും എന്ന് വേണ്ട അപ്രകാരമുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളെയും ഇല്ലാതെയാക്കാൻ പ്രാപ്തമായ കാട്ടുതീയായി വന്നു നിൽക്കുന്നവനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ എന്ന് ഈ 35 ശ്ലോകത്തിൽ ഭഗവാൻ നമ്മോട് പറയുന്നു. എൻ കഷ്ടതയ്ക്കരിയ പൊൻകട്ട പറയുകയാണ്, എൻ്റെ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതെയാക്കാനുള്ള സ്വർണത്തിൻ്റെ കൊട്ടയാണ് നീ, പൊൻകട്ടയാണ് നീ. അതിന് പ്രാപ്തനായിരിക്കുന്ന, അതിന് ശക്തനായിരിക്കുന്ന ഒരു തിരുസ്വരൂപമാണ് നിനക്ക് ഉള്ളത്. നീ ഒരു സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവനാണ് എന്ന് പറയുകയാണ്. അത്രമാത്രം അമൂല്യമായ സ്വർണ്ണ പൊൻകട്ടയാണ് നീ. നീ തങ്കമണിയാണ്. നമ്മൾ പൊന്നാണ്, പൊന്നപ്പൻ എന്നും തങ്കപ്പൻ എന്നും ഒക്കെ നമ്മളോട് പറയുമ്പോൾ ഭഗവാൻ അത് തന്നെ വളരെ സംസ്കൃതം, വളരെ ഉത്കൃഷ്ടമായ ഭാഷയിൽ പറയുകയാണ്, നീ ഒരു വിലയുറ്റ പൊൻകട്ടയാണ്. ആരാലും വിലമതിക്കാൻ കഴിയാത്തതായിട്ടുള്ള അമൂല്യമായ ഒരു കട്ടയാണ് നീ, സ്വർണ്ണ സ്വരൂപമാണ് നീ. അല്ലയോ നൽപളനിയിൽ, നല്ല പളനി. നോക്കുക, ആ വാക്ക്, ആ പളനി എന്ന് പറയുന്ന വാക്കിന് നല്ലത് അല്ലാത്തതൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. അത് പളനി മൊത്തവും നല്ലതാണ്. ആ പളനീപുരത്തിന്റെ അധിപനെ പോലെ തന്നെ ആ പൊൻകട്ടയായിരിക്കുന്നവൻ, ആ പത്മജ ആസ്യനായിരിക്കുന്നവൻ, സർവാംശജനായിരിക്കുന്നവൻ, അവനോടൊപ്പം തന്നെ പളനിയിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറൊന്നുമില്ല. നൽപളനിയിലുള്ളത് എല്ലാം നല്ലത് തന്നെയാണ്. ടങ്കപ്രതാരിജൻ ഭഗവാൻ ആരാണ്? മഴവിനെ ആയുധമായിരിക്കുന്ന ഭഗവാന്റെ ഇഷ്ടസന്താനമായിട്ടുള്ളവൻ. ദുഗൂലാംഗസ്ഥലം, പട്ടുവസ്ത്രം കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്ന ശരീരാവയവമായ മടിത്തൊട്ടോടു കൂടിയവനാണ് ആര്? പരമശിവൻ എന്ന് പറയുന്നത്. ദുഗൂലാംഗസ്ഥലം, പരമശിവന്റെ മടിത്തട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? വിലയേറിയ അമൂല്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന പേലവത്വം തുളുമ്പുന്നതായ ദുഗൂലാംഗസ്ഥലം, പട്ടുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന മടിത്തട്ടിൽ കയറിയിരിക്കാൻ യോഗ്യനായിട്ടുള്ളവനാണ് ദുഗൂലാംഗസ്ഥലം. ദുഗൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുവസ്ത്രം എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അംഗസ്ഥലം, അവന്റെ മടിത്തട്ട്. ബഹുലത അംഗസ്ഥലം. നോക്കുക, എത്രമാത്രം വർണ്ണിച്ചിട്ടും സ്വർണമാണ്, തങ്കമാണ്, വൈദൂര്യമാണ്, രത്നമാണ്, താമരയാണ്, ഉദിച്ചുയരുന്ന സൂര്യനാണ്. നോക്കുക, നമ്മുടെ ശ്രദ്ധയിൽ വരാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, മനോഹരമായ, ഉത്കൃഷ്ടമായ, ഉദാത്തമായ എല്ലാത്തിനോടും ഉപമിച്ചിട്ട് പോലും ഭഗവാന്റെ മനോഹാരിതയെ വർണ്ണിച്ചു തീർന്നില്ല എന്ന് തന്നെയാണ് ഭഗവാന്റെ ഈ വർണ്ണന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. സുബ്രഹ്മണ്യ ഭഗവാനിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവനുണ്ടായിരുന്ന പ്രാർത്ഥനയും ഭക്തിയും ഉപാസനയും സമർപ്പണവും
എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ഈ ശ്ലോകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു, ഉപാസകനായിരുന്നു. ഭഗവാന്റെ കാതിൽ ഓതിക്കൊടുത്ത മന്ത്രം ആര്? തൈക്കാട്ടയ്യാവ് സ്വാമികൾ ബോധോദയം നേടുന്നതിന് വേണ്ടി, ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി, ശ്രീനാരായണ ഗുരുവിനെ പ്രാപ്തനാക്കുന്നതിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ചെവികളിലേക്ക് ഓതിക്കൊടുത്ത മന്ത്രം തന്നെ ബാലസുബ്രഹ്മണ്യ മന്ത്രമാണ്. നോക്കുക, അപ്പം ഭഗവാന്റെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ടായിരിക്കുന്ന പ്രാധാന്യവും സ്ഥാനവും എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം, ആലോചിക്കണം. അത്രമാത്രം വലുതാണ്. സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്തിലൂടെയാണ് നാം ഇന്ന് അറിയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിച്ചു കൊള്ളുക. അങ്ങനെ നാം വിശ്വസിക്കണം. സുബ്രഹ്മണ്യന്റെ അനുഗ്രഹ വർഷത്തിലൂടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മജ്ഞാനിയായത് മാറിയത്. ബ്രഹ്മണേ മൂർത്തിമത എന്നൊക്കെ നമ്മൾ ഇന്നിപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ മൂർത്തിയായതും ബ്രഹ്മമായി മാറിയതുമൊക്കെ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ്? ഈ സുബ്രഹ്മണ്യ ഉപാസനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ബ്രഹ്മമായും മൂർത്തിയായും സത്യമായും ജ്ഞാനമായും ആനന്ദമായും ഒക്കെ ഇന്ന് ആരാധിക്കുന്നത് എന്നുകൂടി നാം അറിഞ്ഞുകൊള്ളണം. എൻ കഷ്ടതയ്ക്കരിയ പൊൻകട്ട നൽപ്പളനി ടങ്കപ്രതാരിജതുകൂലാംഗസ്ഥലം ബഹുലതംഗസ്ഥലം ഹൃദയ പങ്കക്ഷതത്തിന് അരിവാൻ. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ എന്ന് തോന്നുന്നത്, അതൊക്കെ സമർപ്പിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ആ പളനിയാകുന്ന ആ ശിലാഗിരിയുടെ മുകൾ തട്ട് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർത്തുക. എങ്കൽ സ്ഫുരിക്കൽ അമലതങ്ക കടിപ്പടകൾ അംഗപ്രദം പശുപതിക്ക് അംഗത്തിൽ വയ്ക്കും അകളങ്ക പ്രധാന മണിശങ്കദ്രമത്തിന് ദവം. ഭഗവാന്റെ ആ മടിയിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ദുരിതങ്ങളെ, നമ്മുടെ സംശയങ്ങളെ, ആശങ്കകളെ, ശങ്കകളെ ഒക്കെ കത്തിച്ചു കളയാനുള്ള കാട്ടുതീയായി വർത്തിക്കുന്നവനാണ് സുബ്രഹ്മണ്യനെന്ന് നാം അറിഞ്ഞുകൊള്ളുക. 35-ാമത്തെ ശ്ലോകവും നമുക്ക് അങ്ങനെ പഠിച്ച് തൽക്കാലം നിർത്താം. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ചിന്തകളും തുടരട്ടെ. ഇനി നമുക്ക് 36-ാമത്തെ ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണനകളൊക്കെ ഇവിടം കൊണ്ടൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഈ 36-ാമത്തെ ശ്ലോകം കൂടെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണനകളോടൊപ്പം തന്നെ നമുക്ക് ഭഗവാനിൽ നിന്ന് ലഭ്യമാകേണ്ടതായ അനുഗ്രഹ കലകൾ എപ്രകാരമൊക്കെ ഉള്ളതായിരുന്നോ അതൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഭഗവാന്റെ തിരുശരീര വർണ്ണനകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇനി 36-ാമത്തെ ശ്ലോകം കൂടെ കഴിഞ്ഞാൽ മിക്കവാറും ഈ ഉടൽ വർണ്ണനകളൊക്കെ തന്നെ മാറിയിട്ട് ഭക്തിയുടെ വേറൊരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എന്താണെന്ന് നോക്കാം. 36-ാമത്തെ ശ്ലോകം. കായത്തിനുണ്ടിനി അപായം വരുന്നതിനുപായത്തിനുള്ള വഴിയോർത്തായി അത്തൽ നിർത്തുവതിനായ അഗ്രിമപ്പളനിമായയ്ക്കൊഴിഞ്ഞു വഹിയ നീ അന്തമെങ്കിലും അമേയ പളന്യധിപനായ സുരേന്ദ്രവൃത നായക്യമാണ്ടു മറിമായ പദാംബുജയുഗായത്ത ആഗമനമേ. കാരണം ഇത് വാക്കുകൾ നമുക്ക് വളരെ സങ്കീർണമായ രീതിയിലാണ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുന്നത് വരെ നമുക്ക് വളരെ പ്രയാസമാണ്. കായത്തിനുണ്ട് ഇനി അപായം എന്ന് നമുക്കത് മാറ്റി വായിക്കാം. വരുന്നതിന് ഉപായത്തിനുള്ള വഴി ഓർത്ത് ആയി അത്തൽ നിർത്തുവതിന് ആയി അഗ്രിമപ്പളനി മായക്കൊഴിഞ്ഞു വഹിയ നീ അന്തമെങ്കിലും അമേയ പളന്യധിപതേ അമേയ പളന്നി അധിപതേ അധിപനായ സുരേന്ദ്രവൃതൻ നായക്യമാണ്ടു മറിമായ പദാംബുജ യുഗായത്തമാഗമനമേ എന്നൊക്കെ നമുക്കത് പദച്ഛേദം ചൊല്ലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കായത്തിനുണ്ട് ഇനി അപായം. കായം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്കറിയാം. കായം ശരീരം, അപായം നാശം, ക്ഷീണം, ജീർണത. വരുന്നതിന് ഉപായം എന്ന് പറഞ്ഞാൽ ഉപായം മാർഗം പരിഹാരം, ഉപായം മാർഗം പരിഹാരം,
വഴി ഓർത്ത് അത്തൽ ദുഃഖം എന്ന് നമ്മൾ എഴുതണം. ഞാൻ പറയുന്ന സ്പീഡ് കൂടുന്നുണ്ടോ? കായം ശരീരം, അപായം നാശം, ഉപായം പരിഹാരം മാർഗം, അത്തൽ ദുഃഖം, നിർത്തുവതിനായി അഗ്രിമപ്പളനി. അഗ്രിമം എന്ന് പറഞ്ഞാൽ അഗ്രം എന്ന് പറഞ്ഞാൽ അഗ്രമായിരിക്കുന്ന, ശിഖരമായി മുകൾത്തട്ട്, ഏറ്റവും അഗ്രം. അതിനെന്താ നമുക്കൊരു മെച്ച മലയാളം പറയാവുന്ന? അഗ്രം, അറ്റം എന്ന് നമുക്ക് പറയാം. പളനി മായയ്ക്കൊടിഞ്ഞു വഹിയ നീ എന്തെങ്കിലും അമേയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അമേയം. അമേയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അളക്കാനാകാത്തത്. ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? അളക്കാൻ പറ്റില്ല. അമേയമാണ്. വിഗ്രഹം, ശിവലിംഗം അമേയമാണെന്ന് പറയും. എന്താണ് അത്? എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് അറിയില്ല. അത് അതിൻ്റെ നീളം എവിടെ നിന്ന് ആരംഭിക്കുന്നു, ഈ നീളം എവിടെ പോയി അവസാനിക്കുന്നു? അമേയമാണ്. ഭഗവാന്റെ മഹിമയും അമേയമാണ്. അളക്കാനാകാത്തതാണ്, ഗണിക്കാനാകാത്തതാണ്, സങ്കല്പിക്കാനാകാത്തതാണ്, ആർക്കും നിർവചിക്കാനാകാത്തതാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചുകൊള്ളുക. അപ്പൊ പളനിയുടെ നീളം, പളനി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞാൻ നമ്മുടെ ഈ കൃതി ആരംഭിക്കുമ്പോൾ, ഈ സ്തോത്രം ആരംഭിക്കും, ഞാൻ പറഞ്ഞു പളനീപുരം എന്ന് പറഞ്ഞാൽ ഈ വിശ്വമാകെയാണ്, ഈ പ്രപഞ്ചമാകെയാണ്, ഈ ഭൂമണ്ഡലമാകെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു സംശയം കാണും, സാറിൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ് ഈ പളനി എന്ന് പറയുന്ന ദേശം ആ ഇട്ടാവട്ടത്തിലുള്ള കുന്നിൻ്റെ ചുറ്റുമുള്ള പ്രദേശമല്ല, ഈ ഭൂമണ്ഡലമാകെ പളനി ആയിരിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞാന്ന് വേണേൽ നിങ്ങൾ ധരിച്ചു കാണും. പക്ഷേ ഇവിടെ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അമേയപ്പളന്യധിപനായ. അപ്പൊ ഈ പളനി എന്ന് പറയുന്ന ഭൂമിയുടെ അതിര് നിശ്ചയിക്കാൻ കഴിയില്ല. അത് എവിടെ നിന്ന് തുടങ്ങിയെന്നോ എവിടെ അവസാനിക്കുമെന്നോ പറയാൻ കഴിയില്ല. അപ്പൊ കേവലം ഒരു കൊച്ചു ഭൂപ്രദേശത്തിന്റെ അധിപനല്ല ഭഗവാൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളുക. കേവലം ഒരു കൊച്ചു ഭൂപ്രദേശത്തിന്റെ അധിപനല്ല. ഈ പ്രപഞ്ചമാകെ, ഈ അണ്ടകടാഹങ്ങളാകെ, ഈ ഭൂമണ്ഡലമാകെ തന്നെയും ആരുടെ പരിധിയിൽ വരുന്നുണ്ടോ? സുബ്രഹ്മണ്യ ഭഗവാന്റെ പരിധിയിൽ വരികയാണ്. ആ സുരേന്ദ്രവ്രതൻ ഇവിടെ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. ആര്? സുരേന്ദ്രൻ. സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. ദേവേന്ദ്രൻ. നീ അന്തം, നീ അതിന്റെ അവസാനമാണ്. നായക്യമാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നായകനായി, നേതാവായി. നായക്യമാണ്ട് എന്ന് പറഞ്ഞാൽ നായകനായി, നേതാവായി, നയിക്കപ്പെടുന്നവനായി. മറിമായം പദാംബുജം. പദാംബുജം എന്ന് പറഞ്ഞാൽ പാദങ്ങളാകുന്ന താമര, കാൽത്താമര. യുഗായത്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാദയുഗങ്ങൾ രണ്ട് കാലിണകൾക്കും എന്താണ്? മറിമായ പദാംബുജമാണ്, മറിമായമാണ്, അത്ഭുതമാണ്, ആർക്കും അമേയമാണ്, ആർക്കും അതിന്റെ പൊരുൾ കണ്ടെത്താൻ കഴിയില്ല, അതിന്റെ നിജസ്ഥിതി അറിയാൻ ആർക്കും തന്നെ കഴിയത്തില്ല. ഭഗവാന്റെ പാദങ്ങൾ നിങ്ങൾക്ക് കാണുന്നുവെന്നുണ്ടെങ്കിൽ അതിന്റെ മഹിമ നിങ്ങൾക്ക് ആർക്കും ഗണിക്കാൻ അഗണനീയമാണ്, അനിർവചനീയമാണ്, അളവറ്റതാണ് എന്നാണ് ഇവിടെ പറയുക. ഇപ്പൊ നമുക്ക് 36-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന്. കായത്തിനുണ്ടിനി അപായം. നോക്കുക, ഈ ശരീരത്തിന് അപായമുണ്ടെന്ന് നാം ഓർക്കണം. നമ്മളോട് പറയുകയാണ് ഭഗവാൻ, നമ്മളോട് പറയുകയാണ്. ഭഗവാൻ സുബ്രഹ്മണ്യന്റെ നാവിലൂടെ, ശ്രീനാരായണ ഗുരുദേവന്റെ നാവിലൂടെ സുബ്രഹ്മണ്യ മഹിമ പറയുമ്പോൾ, സുബ്രഹ്മണ്യ തത്വം നമ്മളോട് പരിചയപ്പെടുത്തുമ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? നിന്റെ ശരീരം എന്താണ്? നശ്വരമാണ്. ഈ ശരീരം നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. കായത്തിനുണ്ടിനി അപായം. നിന്റെ ശരീരത്തിന് അപായമുണ്ടോ? നീ ശരീരത്തിലേക്ക് നിന്റെ ആത്മാവ് എന്ന് പ്രവേശിച്ചോ അന്ന് സുനിശ്ചിതമായി നിർണയിക്കപ്പെട്ടത് ഒന്ന് മാത്രമാണ്. എന്ത്? അതിൻ്റെ അപായം. അത് ഇല്ലാതെയാകുക, നശിക്കുക, മരിക്കുക എന്നുള്ളത്. അപ്പോൾ നീ എപ്പോൾ ജനിക്കുന്നുവോ അപ്പോൾ തന്നെ മരണവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ
ജനനവും മരണവും ഒരേ സമയമാണ് നിശ്ചയിക്കപ്പെടുന്നത്. ജനന സമയം തന്നെ മരണവും, ജനനം വിധിക്കപ്പെടുമ്പോൾ തന്നെ മരണവും വിധിക്കപ്പെടുന്നു. സുനിശ്ചിതമായതൊന്നു മാത്രമേ ഉള്ളൂ. നീ ജനിക്കുമോ എന്നുള്ളതിന് ഒരു നിശ്ചയവുമില്ല. അശോകൻ എന്ന പേരോടുകൂടി എത്രയും പ്രായമായ ഒരു വ്യക്തി ജനിക്കുമോ എന്ന് ഈ 63 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പൊന്നുമില്ല ജനിക്കുമായിരുന്നോ എന്നുള്ളത്. ഇങ്ങനെ ഒരു വ്യക്തി ജനിക്കുമായിരുന്നോ എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ശരീരത്തിലേക്ക് ആ പരമാത്മാവിന്റെ അംശം കടന്നു വന്നിട്ട് ആ പരമാത്മാവിന്റെ അംശമാകുന്നതിനെ ഒരു ശരീരം വന്ന് ആവരണം ചെയ്ത് മനുഷ്യരൂപത്തിൽ ഈ മണ്ണിലേക്ക് വന്ന് വീണപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, കായത്തിനുണ്ട് ഇനി അപായം. അക്കാര്യത്തിൽ ഉറപ്പായി, നിശ്ചയമായി കഴിഞ്ഞു. അപ്പോൾ ഓർക്കണം, ഈ നാശത്തിനെ അതിജീവിക്കുവാൻ നിനക്കൊരു ഉപായമുണ്ട്. ജനന മരണങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന, അമേയപ്പൊരുളായി നിൽക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യനെ നീ സമാശ്രയിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഉപായങ്ങളുണ്ട്? ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണത്തിന് അതീതനാകാൻ പറ്റും, ജനന മരണങ്ങൾക്ക് അതീതനാകാൻ പറ്റും. കാരണം ജനന മരണങ്ങൾക്ക് അതീതനാകണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നീ ജനിക്കാതിരിക്കണം, പുനർജന്മം നിനക്കുണ്ടാകാതിരിക്കണം. ആ പുനർജന്മം നിനക്കുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജന്മത്തിന്റെ സഫലത എന്താണെന്ന് നീ അറിയണം. ഈ ജന്മം കൊണ്ട് തന്നെ നിന്റെ ജന്മ പരമ്പരകളിലൂടെ നീ കൊണ്ടുവന്നിട്ടുള്ള സഞ്ചിത കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം അനുഭവിച്ച് അതിൻ്റെ എല്ലാം ശ്രേഷ്ഠമായ ഫലശ്രുതി നിനക്കുണ്ടായി സർവേശ്വരങ്കിലേക്ക് നിന്റെ മനസ്സും ശരീരവും വന്നില്ലേ പൂർണ്ണമായി ലയം കൊണ്ട് കഴിഞ്ഞാൽ, ഈ പരമാത്മാവിൽ നിന്റെ ജീവാത്മാവായി പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ജനനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് മരണവും ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള അപൂർവം ചില അവതാര പുരുഷന്മാർ നമ്മുടെ അറിവിലുണ്ട്. അതാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവനും ശങ്കരാചാര്യൻ രമണ മഹർഷിയും ബുദ്ധനും പിന്നെ ഗാർഗിയും ശുദ്ധാലകനും ശ്വേതകേതുവും എന്നൊക്കെ പറയുന്ന മഹർഷീശ്വരന്മാർ, ഋഷീശ്വരന്മാർ. അവർക്കാർക്കും ജന്മമില്ല, അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അപായവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ പറയുകയാണ്, നാം ഭോഗികളായിരിക്കുന്ന ഗൃഹസ്ഥന്മാരായിരിക്കുന്ന നമ്മളോട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഭക്തരെ, നിങ്ങൾ ഈ കായരൂപത്തിൽ ശരീരരൂപത്തിൽ ഇവിടെ വന്ന് ജന്മം കൊണ്ടപ്പോൾ തന്നെ അപായം നിനക്കുണ്ട്. ഈ അപായം ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ നീ ആരിലേക്ക് ആശ്രയം പ്രാപിക്കണം? ഭഗവാനിലേക്ക് പ്രാപിക്കണം. കായത്തിനുണ്ടിനി അപായം, ഓർത്തുകൊള്ളുക, നിന്റെ ഈ ശരീരം നശിക്കും. വരുന്നതിനുള്ള ഉപായത്തിനുള്ള, ആ അപായം വരാതിരിക്കാനുള്ള ഉപായത്തിനുള്ള വഴി ഓർത്താൽ, വഴി ചിന്തിക്കണം, ഓർക്കണം. ഇവിടെ ഓർക്കുക എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എത്രമാത്രം ഗൗരവമായി ഓർത്താലും തീരാത്ത വലിയ ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ. ഓർക്കുക, അറിയുക, അത് ഓർക്കണം. ഇതെങ്ങനെ ഇത് സാധിക്കാൻ പറ്റും? ഇനി എങ്ങനെയാണ് ഈ ശരീരത്തിന് അപായം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം? ഈ ശരീരത്തിന് അപായം ഉണ്ടാകാതിരിക്കാൻ ഒരേ ഒരു മാർഗം ഇനി ഈ ശരീര രൂപത്തിൽ നമ്മൾ ഈ മണ്ണിൽ വന്ന് പിറക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ മണ്ണിൽ വന്ന് പിറക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മോക്ഷം ഉണ്ടാകണം. മോക്ഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതെയാകണം. സർവ്വപാപങ്ങളെയും ഇരിച്ചു കളയുന്ന ആ പരമാത്മാവിന്റെ അനുഭൂതിയിലേക്ക് നാം ചെന്നെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജന്മം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഗദ്യപ്രാർത്ഥനയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇല്ലേ, ഈ അറിവ് ആണ് നമ്മുടെ സർവ്വപാപങ്ങളെയും ഇല്ലാതെയാക്കുന്നത്. ആ അറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ശരീരരൂപത്തിൽ ഈ മണ്ണിൽ വന്ന് ജനിക്കേണ്ടതായി വരില്ല, അപായമുണ്ടാകില്ല. അത്തൽ നീർത്തുവതിനായി അഗ്രിമപ്പളനി മായക്കൊഴിഞ്ഞു വഹിയ, ഈ മായാമൂർത്തിയായിരിക്കുന്ന സർവ്വമായകളെയും ഇല്ലാതെയാക്കാൻ കഴിയുന്നവനായിരിക്കുന്ന ആ അഗ്രിമം, ആ ഗിരിയുടെ അഗ്രത്തിൽ, ആ പർവ്വതത്തിന്റെ അഗ്രഭാഗയെ വസിക്കുന്നവനായിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യന്റെ, മായാരൂപിയായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ മഹിമയ്ക്ക് മാത്രമേ ഈ അത്തൽ, ഈ ദുരിതം, ഈ ദുഃഖം, ഈ സങ്കടം ഇല്ലാതെയാക്കാൻ കഴിയുകയുള്ളൂ. മായക്കൊഴിഞ്ഞു വഹിയ, വേറെ ആരെ നീ ആശ്രയിച്ചാലും നിനക്ക് കഴിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആരാണോ ജനനങ്ങൾക്കും മരണങ്ങൾക്കും അതീതനായി മാറിയിട്ടുള്ള ഏതൊരുവനുണ്ടോ അവരൊക്കെ തന്നെയും സുബ്രഹ്മണ്യ ഉപാസകന്മാരായിരുന്നു. ശൈവ ഉപാസനയിലൂടെ
നമുക്ക് ഋഷീശ്വരന്മാർ, അനവധി ഋഷീശ്വരന്മാർ, സിദ്ധന്മാർ, 18 സിദ്ധന്മാരും 23 സിദ്ധന്മാരും അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഋഷികുലമുണ്ട്. ഈ ഋഷികുലത്തിൽ വന്ന് അവരൊക്കെ തന്നെയും ആരെ ഉപാസിച്ചാണ് ജനന മരണങ്ങൾക്ക് അതീതമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, മോക്ഷപ്രാപ്തിയിലേക്ക് പോയത്? സുബ്രഹ്മണ്യ ഉപാസനയിലൂടെയാണ് എന്ന് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ഈ വിശാഖഷഷ്ഠി എന്ന് പറയുന്ന കൃതിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. അത്രമാത്രം ഗൗരവമുള്ളതാണ് സുബ്രഹ്മണ്യ തത്വങ്ങൾ. അത്തൽ നിർത്തുവതിനായി അഗ്രിമപ്പളനി മായക്കൊഴിഞ്ഞു വഹിയ നീ അന്തമെങ്കിലും, അല്ലയോ ഭഗവാനെ, നീ അന്തമാണ്, നീയാണ് എല്ലാറ്റിനും ആദ്യം അവസാനമായി നിൽക്കുന്നത്. എല്ലാം അവസാനിച്ചാലും കാണുന്നവൻ നീ മാത്രമാണ്. എല്ലാ അളവുകളും, എല്ലാ എണ്ണങ്ങളും, എല്ലാ ഘടനകളും, എല്ലാ അറിവും അവസാനിക്കുമ്പോഴും അവശേഷിക്കുന്നവനാണ് ആര്? നീ മാത്രം. നീ അന്തമാണ്. നമ്മളിവിടെ ആയിരിക്കും ഈ അന്തം എന്ന പ്രയോഗം പറയിക്കുന്ന നീ അവസാനമാണ്, നീ അവസാനിക്കാൻ പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കുക. അല്ല, ഭഗവാനാണ് ഇതെല്ലാം അവസാനിക്കുമ്പോഴും അവശേഷിക്കുന്നവനാര്? അന്തിമമായി അവശേഷിക്കുന്നവൻ സുബ്രഹ്മണ്യൻ മാത്രമാണ്. നീ അന്തമെങ്കിലും അമേയപ്പളന്യധിപതേ, അല്ലയോ അമേയമായിരിക്കുന്ന, അളക്കാൻ കഴിയാത്ത, നിർണയിക്കാൻ കഴിയാത്ത, അളന്ന് എത്തിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു വലിയ പ്രപഞ്ചത്തിന് അധിപനായിരിക്കുന്നവനെ. അത് മാത്രമാണോ? നീയോ സർവദേവന്മാരും നിന്നെ ആധിപത്യത്തിനായി വന്ന് ഭജിക്കുന്നു. പളന്യധിപതയെ നായ സുരേന്ദ്രവ്രതനായി എല്ലാവരും വ്രതനിഷ്ഠയോടുകൂടി ആരെയാണ് ഭജിക്കുന്നത്? നിന്നെയാണ്. നായക്യമാണ്ട് നീ അതുകൊണ്ട് സർവ്വദേവഗണങ്ങൾക്കും നായക്യമാണ്ട് നിൽക്കുന്നു, നായകനായി നിൽക്കുന്നു, നേതാവായി നിൽക്കുന്നു, ഒന്നാമനായി നിൽക്കുന്നു. മറിമായ പദാംബുജം, അല്ലയോ ഭഗവാനെ, നിന്റെ ആ പദാംബുജങ്ങൾ എന്ത് മറിമായമാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മറിമായമാണ് ഈ പ്രപഞ്ചത്തിൽ. ഇത്രമാത്രം മറിമായങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായ, ഗണിക്കാൻ കഴിയാത്തതായ, അവിശ്വസനീയമായ മായകൾ, മായാലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലയോ ഭഗവാനെ നീ. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീ യുഗായത്തമാകമനമേ, നിന്റെ പാദപങ്കജങ്ങൾ രണ്ടും, പാദപത്മയുഗങ്ങൾ രണ്ടും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നണയാൻ അനുഗ്രഹം ചൊരിഞ്ഞാലും അല്ലയോ ശില ഗിരീശ എന്നാണ് ഇവിടെ ഈ 36-ാമത്തെ ശ്ലോകത്തിലൂടെയും ഭഗവാൻ നമ്മളെ പരിചയപ്പെടുത്തുക. ഇതാണ് നമുക്ക് 36-ാമത്തെ ശ്ലോകം പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം സമാപിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 36-ാമത്തെ ശ്ലോകം ഇവിടെ നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ ഭജനത്തിനും നിങ്ങളുടെ മനനത്തിനും നിങ്ങളുടെ ധ്യാനത്തിനുമൊക്കെ ആയി സമർപ്പിക്കുകയാണ്. ഈ വാക്കുകളുടെയൊക്കെ ഉപദേഷ്ടാവായിരിക്കുന്ന ആ പരമാത്മാവിനെയും ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും മനസ്സാ ഭജിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.